ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുകയാണ്. മുറിവേറ്റ കരങ്ങളും ശരീരവും കാണിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ സഹനങ്ങളുടെയും പീഡകളുടെയും അനന്തരഫലം അനുതാപവും പാപമോചനവുമാണെന്ന് അരുൾ ചെയ്യുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ദൈവത്തിൻ്റെ വെളിപാടാണ് ജീവൻ്റെ അപ്പം. ആ അപ്പം യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ്. എന്നാൽ ജീവൻ നൽകുന്ന അപ്പം പരിശുദ്ധ കുർബാനയാണ്. സഹനങ്ങളാണ് ഒരുവനെ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഭൂമിയിലെ സഹനങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. മരണം ഒന്നിൻ്റെയും അതിർത്തിയല്ലെന്നും കല്ലറകൾക്കപ്പുറം ഒരു ജീവിതമുണ്ടെന്നും യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നാം എല്ലാവരും ഒന്നായിരിക്കാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെയും പങ്കുവയ്ക്കലിൻ്റെയും കൂട്ടായ്മയുടെയും അടിസ്ഥാനം പെന്തക്കോസ്തയാണ്. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞവരായി ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.